വലുതായി ചിന്തിക്കാനും വലിയ സ്വപ്നങ്ങൾ കാണാനും എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പക്ഷേ ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ര്യൂഹോ ഒക്കാവായുടെ വലുതായി ചിന്തിക്കുക എന്ന പുസ്തകത്തിൽ ഇതിനൊരു വഴികാട്ടിയുണ്ട്. അപ്പോൾ വിജയത്തിലേക്കുള്ള ചില പ്രധാനപ്പെട്ട തത്വങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ? വിജയത്തിന് വെറും വിരലുകളുടെ ദൂരത്തിൽ വെച്ച് പിന്മാറുന്നതിനേക്കാൾ വലിയൊരു നിരാശയുണ്ടോ? ഈയൊരു ആശയം മനസ്സിലാക്കാൻ വജ്രം തേടി നടന്ന ഒരു കർഷകന്റെ കഥ കേൾക്കാം. തന്റെ ഖനിയിൽ ഒന്നുമില്ലെന്ന് കരുതി അത് വിറ്റ് അയാൾ സ്ഥലം വിട്ടു. പക്ഷെ പുതിയ ഉടമ വെറും 3 ഇഞ്ച് കൂടി കുഴിച്ചപ്പോൾ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ വജ്രങ്ങളായിരുന്നു. ഈ കഥ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ നമ്മളും നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വെറും 3 ഇഞ്ച് മാത്രം അകലെയായിരിക്കുമോ? ആ അവസാനത്തെ ഒരടി വെക്കാനുള്ള ക്ഷമ നമുക്കുണ്ടോ? അപ്പോൾ ആ അധികം 3 ഇഞ്ച് കുഴിക്കാനുള്ള ഒരു ഊർജം നമുക്കെവിടുന്ന് കിട്ടും? അതിന് നമ്മളെ സഹായിക്കുന്ന 5 നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തേത്, ആ 3 ഇഞ്ച് കൂടി കുഴിക്കുക എന്നുള്ളത് തന്നെ. 2, നമ്മുടെ ചിന്തകളെ പുറത്തേക്ക് കൊണ്ടുവരിക. 3, അറിവ് ശക്തിയാണെന്ന് തിരിച്ചറിയുക. 4, സമയത്തെയും പണത്തെയും ശരിയായി വിനിയോഗിക്കുക. പിന്നെ അവസാനമായി, കേറാൻ പറ്റില്ലെന്ന് തോന്നുന്ന മലകളെ കീഴടക്കുക. അപ്പോ നമുക്കാദ്യത്തെ നിയമത്തിലേക്ക് കടക്കാം. ഇത് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു വലിയ സത്യമാണ്. നമ്മുടെ എല്ലാം ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന ആ കഴിവിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാമെന്ന് നോക്കാം. ആ വജ്രക്കച്ചവടക്കാരന്റെ കഥയുടെ യഥാർത്ഥ സന്ദേശം ഇതാണ്. നമ്മളെല്ലാവരുടെയും ഉള്ളിലൊരു വജ്രമുണ്ട്, ഒരു വലിയ കഴിവുണ്ട്. പലപ്പോഴും അത് നമ്മുടെ തൊട്ടു മുന്നിൽ തന്നെ ഉണ്ടായിട്ടും നമ്മളത് കാണാതെ പോകുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രമിക്കാൻ മടി കാണിക്കുന്നു. നമ്മളിൽ പലരും ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്നറിയോ? വിജയിക്കാനുള്ള അവസരങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണെന്നും നമുക്കതിനുള്ള കഴിവോ സാഹചര്യമോ ഇല്ലെന്നും സ്വയം വിശ്വസിക്കുന്നതാണ്. ഈയൊരു തെറ്റിദ്ധാരണയാണ് ഒരുപാട് പേരെ പാതിവഴിയിൽ നിർത്തിക്കളയുന്നത്. ശരി, ഉള്ളിലൊരു കഴിവുണ്ട് എന്ന് തിരിച്ചറിയുന്നത് ആദ്യത്തെ പടി മാത്രം. പക്ഷെ അതുമാത്രം മതിയോ? പോരാ. ആ കഴിവിനെ എങ്ങനെ ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റാം? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്. യഥാർത്ഥ ലക്ഷ്യം എന്നു പറയുന്നത് മനസ്സിൽ വെറുതെ കൊണ്ടുനടക്കേണ്ട ഒന്നല്ല. എനിക്കൊരു സംരംഭകനാകണം എന്ന് മനസ്സിൽ വിചാരിക്കുന്നതിനപ്പുറം ഒരു സംരംഭകനെപ്പോലെ നമ്മൾ സംസാരിക്കണം, പെരുമാറണം, വസ്ത്രം ധരിക്കണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സ്വപ്നം നമ്മൾ ജീവിച്ച് തുടങ്ങണം. വെറുതെ ഒരു കാര്യം ആഗ്രഹിക്കുന്നതും ആ ആഗ്രഹം നേടാനായി ജീവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണിത്. ഈ പ്രയത്നമില്ലേ, ഇതാണ് വിജയത്തിന് ആവശ്യമായ ആ അധിക 3 ഇഞ്ച് എന്ന് പറയുന്നത്. പ്രയത്നത്തോടൊപ്പം നമുക്ക് ഏറ്റവും വലിയ ശക്തി നൽകുന്ന മറ്റൊരു കാര്യമുണ്ട്. അതാണ് അറിവ്. ജന്മനാ കിട്ടിയ കഴിവിനെപ്പോലും മറികടക്കാൻ അറിവിനെ എങ്ങനെ സാധിക്കും എന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് വളരെ ശക്തമായ ഒരാശയം വരുന്നത്. കഠിനാധ്വാനത്തിലൂടെ നേടുന്ന അറിവിന് ജന്മസിദ്ധമായ കഴിവിനെപ്പോലും മറികടക്കാൻ സാധിക്കും. അതായത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അറിവിന്റെ ശക്തി. ചുരുക്കി പറഞ്ഞാൽ സംഭവം വളരെ ലളിതമാണ്. ഏത് രംഗത്തും അറിവുള്ളവന് അറിവില്ലാത്തവനേക്കാൾ ഒരുപടി മുന്നിലായിരിക്കും നിൽക്കാൻ സാധിക്കുക. അതുകൊണ്ട് അറിവ് നേടുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ മുൻതൂക്കം. ഇനി ഈ പ്രയത്നത്തിനും അറിവ് നേടാനും നമുക്കെല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന 2 കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാം. ഇത് രണ്ടും ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, സമയവും പണവും. ഒന്നാമത്തേത് സമയം. ഈ ലോകത്ത് ഒരുപക്ഷെ എല്ലാവർക്കും തുല്യമായി കിട്ടുന്ന ഒരേയൊരു കാര്യം ഇതായിരിക്കുമല്ലേ? ഒരു ദിവസം 24 മണിക്കൂർ. ആ സമയം നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം ഒളിഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ പണമെന്നത് സമയം ലാഭിക്കാനുള്ള ഒരു ഉപാധിയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ദിവസങ്ങളെടുത്ത് കപ്പലിൽ യാത്ര ചെയ്യുന്നതിനു പകരം ഒരു വിമാന ടിക്കറ്റ് എടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ലക്ഷ്യത്തിലെത്താം. അപ്പോൾ പണം ശരിയായി ഉപയോഗിച്ചാൽ അത് വിജയത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അപ്പോൾ നമ്മൾ കഴിവിനെക്കുറിച്ചും പ്രയത്നത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. ഇനി ജീവിതത്തിൽ മുന്നോട്ടു പോകുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന വലിയ തടസ്സങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അങ്ങനത്തെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ടാകും അല്ലേ? ചില പ്രശ്നങ്ങൾ ഒരു വലിയ മല പോലെ മുന്നിൽ വന്നു നിൽക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ നമ്മൾ തളർന്നു പോകും. എന്നാൽ ഈ പഴയ പഴഞ്ചൊൽ ഓർക്കുന്നത് നല്ലതാണ്. ഒരു കാട്ടുപന്നിയും അത് ജീവിക്കുന്ന പർവ്വതത്തേക്കാൾ വലുതായിരിക്കില്ല. അതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് തോന്നിയാലും അത് പരിഹരിക്കാൻ കഴിയാത്തത്ര വലുതല്ലെന്ന് നമ്മൾ ഓർക്കണം. അതിനു വേണ്ടത് ശരിയായ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ എന്താണ് പരിഹാരം? വളരെ ലളിതമാണ്. ആ വലിയ പർവ്വതത്തെ ചെറിയ ചെറിയ കല്ലുകളായി വിഭജിക്കുക. എന്നിട്ട് ഓരോ ദിവസവും അതിൽ നിന്ന് ഓരോ കല്ല് മാത്രം എടുത്ത് മാറ്റുക. അങ്ങനെ സ്ഥിരമായി ചെയ്താൽ ഒരു ദിവസം ആ പർവ്വതം മുഴുവനായും അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. അപ്പോൾ യഥാർത്ഥ പാഠം ഇതാണ്.
വിജയമെന്നത് ഒറ്റ രാത്രി കൊണ്ടുള്ള ഒരു വലിയ കുതിച്ചുചാട്ടത്തിലൂടെയല്ല, മറിച്ച് ദിവസവുമുള്ള ചെറിയ സ്ഥിരമായ ചുവടുവെപ്പുകളിലൂടെയാണ് വരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ആ വലിയ പർവ്വതം നീക്കാൻ ഇന്ന് നിങ്ങൾ എടുത്തുമാറ്റാൻ പോകുന്ന ആദ്യത്തെ കല്ല് ഏതായിരിക്കും?